മലപ്പുറത്ത് കുംഭമേള നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ആളുകൾ വിചാരിക്കുന്നത് എന്താ, ഈ മലപ്പുറം എന്തോ വർഗീയ ശക്തികളുടെ കേന്ദ്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് അവിടേക്ക് ഹൈന്ദവ ജനത, സ്വാമിമാർ, കാഷായ വസ്ത്രധാരികളായ ആളുകളൊക്കെ അവിടേക്ക് ഒഴുകിയെത്തുമ്പോൾ അവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ ഇതിനെ തടുക്കുമെന്നും അവിടെ ഒരു വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുമെന്നും ഒക്കെയാണ് ആളുകൾ പറഞ്ഞു വരുന്നത്. ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടായാൽ അത് വിറ്റ് വാർത്തയാക്കാൻ ഒരു കൂട്ടം ദുഷ്ടശക്തികൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. സ്വാഭാവികമായിട്ട് ഇത് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഈ ഈ വർഗീയത എന്ന് പറയുന്നത് ഏത് പാർട്ടിയുടെ അല്ല ഏത് മതത്തിൻ്റെതായാലും അത് മോശം തന്നെയാണ്. അത് ഹൈന്ദവ വർഗീയതയായാലും ഇസ്ലാമിക വർഗീയതയായാലും ക്രൈസ്തവ വർഗീയതയായാലും. സത്യം പറഞ്ഞാൽ മലപ്പുറത്തെ ഒരു മുസ്ലിം മതപണ്ഡിതനോ ഒരു ക്രൈസ്തവ മതപണ്ഡിതനോ ഇതിനെതിരെ ഒരു വാക്കും വേണ്ടിയിട്ടില്ല, ഒരു ജനതയും വേണ്ടിയിട്ടില്ല. നമ്മുടെ സഹോദരങ്ങളായ പല യൂട്യൂബർമാരും അവിടെ പോയി വീഡിയോ എടുക്കുമ്പോൾ അവിടെ തലയിൽ തൊപ്പി ധരിച്ച നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ള ഇസ്ലാം മത വിശ്വാസികളായ ആളുകൾ പറയുന്നത് എന്താ, അവര് വരട്ടെ, അവര് വന്ന് നല്ല രീതിയിൽ അവരുടെ പ്രാർത്ഥനകൾ പൂർത്തീകരിച്ച് മടങ്ങിപ്പോകട്ടെ.